രാജേട്ടാ, കേരളത്തിൽ BJP-യിലേക്ക് പുതിയ അധ്യക്ഷൻ ഇതാ വരുന്നു എന്നിങ്ങനെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പല വാർത്തകളും വരുന്നു. രാജീവ് ചന്ദ്രശേഖരാവും, ശോഭാ സുരേന്ദ്രനാവും, സുരേന്ദ്രൻ ഒഴിയും, അങ്ങനെ പല വാർത്തകളുമാണ് ഈ ഘട്ടത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് BJP-യിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? BJP-യിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം, മണ്ഡലം തിരഞ്ഞെടുപ്പൊക്കെ നടന്നു കഴിഞ്ഞു. ഇന്നലെയാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ വരേണ്ടത്. വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് BJP സംഘടനാ ബന്ധം ഉള്ള ആളല്ലേ. പക്ഷെ ഒരു പത്രം സ്ഥിരം വായിക്കുന്ന ആളെന്ന രീതിയിലും കേരള രാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങളെ ശ്രദ്ധിക്കുന്ന ആളെന്ന രീതിയിലും BJP-യിലൊരു സംഘടനാ തിരഞ്ഞെടുപ്പ് ഉടനെ അനിവാര്യമാണ്. അതിപ്പോഴുള്ള സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രേട്ടൻ മാറുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJP ഒരു കൂട്ടായ തീരുമാനമെടുത്തു പോകുന്ന കക്ഷിയാണ്. ഏതെങ്കിലും ഒരാളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരാളിൻ്റെ നേതൃത്വത്തിൽ ആണ് പോണത് എങ്കിലും ആളെ മാത്രമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വിഘടിപ്പിച്ചു കൊടുക്കുന്ന വികേന്ദ്രീകൃത സംഘാടനമാണ് BJP-യുടെ അടിത്തറ. പ്രത്യേകിച്ചും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയൊക്കെ ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറിയെ കൊടുത്തുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തനം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു മികച്ച സംഘാടനം, അതിൽ ആരെങ്കിലും ഒരാളെ മുമ്പിൽ നിർത്തുകയോ തൽക്കാലം അദ്ദേഹത്തിന് മാറ്റിയിട്ട് വേറൊരാളെ മുമ്പിൽ നിർത്തി ചെയ്തില്ല, അതിനൊരു സംഘടനാപരമായിട്ട് അതാണ് ഒരിക്കൽ പറഞ്ഞത്. വാജ്പേയി BJP-യുടെ മുഖംമൂടിയാണ് എന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പം വാജ്പേയിയെ പോലെ 100 വാജ്പേയിമാരെ BJP-യുടെ അകത്തളങ്ങളിലുണ്ട്. അതുപോലെ തന്നെ സുരേന്ദ്രന് പകരം വെക്കാനുള്ള ഒരുപാട് ആളുകൾ BJP-ക്കുള്ളിലുണ്ട്. ആരുമൊന്നുമില്ല. ഇപ്പൊ ഇന്നലെ സോഷ്യൽ മീഡിയ സുരേഷ് ഗോപി പ്രസിഡന്റ് ആവുമെന്ന് പറയുന്നു, മുൻ കേന്ദ്രമന്ത്രി ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുമെന്ന് പറയുന്നു. അല്ല, ശോഭാ സുരേന്ദ്രൻ ഇന്ന് ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്, ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവുമെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും വിഷയമായിരുന്നു. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. BJP സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ പ്രവർത്തനമാണ്, ഒരുമിച്ചിട്ട് ഒരു ടീമാണ്, ടീം വർക്കാണ്. ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, എനിക്ക് തോന്നുന്നു, സംഘടനാപരമായ ഒരു മികവ് പുലർത്തിയത്, ഒരു സംഘാടകന രീതിയിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നതിൽ ഒരു മികച്ച സംഘാടനം നടത്തിയത് V മുരളീധരനാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി, ഞാനൊരു ഏതെങ്കിലും ആളിന്റെ ഭാഗമായെന്ന് പറയല്ല, പക്ഷെ V മുരളീധരനാണ് ഒരു മികച്ച സംഘാടകനായി വന്നത് എന്ന് തോന്നുന്നു. അടി മുതൽ മുടി വരെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ യൂണിറ്റ് തലം മുതൽ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ ഒരു കെട്ടുറപ്പുള്ള സംഘടനയാക്കി മാറ്റാൻ അദ്ദേഹത്തിന്റെ നിരന്തരമായ യാത്രകളും നിരന്തരമായ പ്രവർത്തനങ്ങളും ഒരു കേഡർ സ്വഭാവത്തിലേക്ക് BJP-യെ തിരിച്ചു കൊണ്ടുവന്നത് ശരിക്കും V മുരളീധരനാണ്. അതൊരു സംഘടനാ മികവ് തന്നെയാണ്. അതിനുശേഷമാണ് BJP-യുടെ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം ഉണ്ടായത്. അനാവശ്യം ഒരു ഉദാഹരണം, സംസ്ഥാനങ്ങൾക്ക് ഒരു സംസ്ഥാന ഓഫീസ് അതിന്റെ തുടക്കം കുറിച്ച് സംസ്ഥാനത്ത് വലിയ ഓഫീസ് വേണമെന്നുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ജില്ലകൾക്കുള്ള ആവശ്യമുള്ള ഫണ്ട് കൊടുക്കുന്ന സംസ്ഥാനം കൊടുത്തോളും. സംസ്ഥാനം നേരിട്ട് 20 കോടി രൂപ മറ്റോ കളക്ട് ചെയ്തതിനു ശേഷം അത് ജില്ലകൾക്ക് പരിപാടിക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. ജില്ലകൾ അങ്ങനെ നേരിട്ട് വലിയ കളക്ഷൻ നടത്തുന്ന ചെറിയ പരിപാടികൾക്ക് നടത്താം, അല്ലാണ്ട് നേരിട്ട് ഓരോ പരിപാടി ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ഓഫീസ് വന്നത് ആ സമയത്താണ്. ആ സമയത്താണ് എന്റെ തുടക്കം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞ BJP സംഘടനാപരമായിട്ട് ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഒരു ഉയർത്തിക്കൊണ്ടുവന്നത് BJP-യുടെ വോട്ടിംഗ്. എന്തുകൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രന്റെ പേര് മാത്രം കൂടുതലായിട്ട്? അല്ല, ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ക്രൗഡ് പുള്ളറാണ്, ഒരു നല്ല പ്രാസംഗികയാണ്. സ്വാഭാവികമായിട്ടും 100 ആയിരക്കണക്കിന് ആളുകളെ സ്വാധീനിക്കാനുള്ള വാക്ചാതുര്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ എപ്പോഴും ആരുടെ ഫേസാണ് TV-യിൽ കാണുന്നത്, ആരുടെ വാക്കുകളാണ് TV-യിൽ വരുന്നത്, സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്, ഇതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ സംഘടനാ പ്രവർത്തനത്തെ സംഘാടകൻ എന്ന രീതിയിൽ എപ്പോഴും ചിലപ്പോൾ കട്ടന്റെ പുറകിൽ നിൽക്കുന്ന ആളായിരിക്കും. നമുക്ക് ഒരു കാര്യം, കുശഭാവ് ഠാക്കറെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, BJP-യുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. വാജ്പേയിയും അദ്വാനിയും പാർലമെന്റിൽ എന്ത് പറയണം എന്ന് തീരുമാനിക്കുന്നതും എഴുതി കൊടുക്കുന്നതും കുശഭാവ് ഠാക്കറെ ആയിരുന്നു. വളരെ സംഘത്തിന്റെ വളരെ സീനിയറായിട്ടുള്ള പ്രചാരകൻ, ഒരൊറ്റ അല്ലെങ്കിൽ വീതി കുറഞ്ഞ ഒരു ബെഞ്ചിൽ കിടന്നുറങ്ങിക്കൊണ്ട് ലളിതമായ വസ്ത്രധാരണം നടത്തി അദ്ദേഹം നടത്തിയിരുന്ന പ്രവർത്തനമാണ് അഖിലേന്ത്യാ തലത്തിൽ BJP-ക്ക് ഒരു നേട്ടം ഉണ്ടാക്കുന്നത്. നമ്മൾ കാണുന്ന മുഖം വാജ്പേയിയുടെ ആണ്, അല്ലെങ്കിൽ അദ്വാനിയുടെ പിന്നിലുള്ള ആളെ കാണുന്നില്ല. പിന്നിലെ കട്ടന്റെ പുറകിൽ ഈ നിരന്തരമായി ഈ ദേശീയ നേതൃത്വം ശോഭാ സുരേന്ദ്രനെ കാണുന്നു, വിളിപ്പിക്കുന്നു, അത് വാർത്തകളാകുന്നു. നമുക്കറിയാം, അത് മാധ്യമങ്ങൾ പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും ചുമതല ശോഭയ്ക്ക് അല്ല, അങ്ങനെ ഏതെങ്കിലും ചുമതല, അവരുടെ സാമർത്ഥ്യം ഉണ്ടെല്ലാം മിടുക്കുണ്ട്, അവർക്കൊരു കേന്ദ്രമന്ത്രി പദവിയോ അല്ല മറ്റേതെങ്കിലും ചുമതലയോ അഖിലേന്ത്യാ വനിതാ കമ്മീഷൻ പ്രസിഡന്റോ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ചുമതല എനിക്കറിയില്ല, ഞാനൊരു പ്രൊഡക്ഷൻ തയ്യാറാവുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ഏത് ചുമതല കൊടുത്താലും അത് നടത്താനുള്ള സാമർത്ഥ്യം അവർക്കുണ്ട്. ഒരു നല്ല വനിതയാണ്, അവർക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും ചുമതല കൊടുക്കാൻ വേണ്ടിയുള്ള ആയിരിക്കാം. പക്ഷെ ഇന്നത്തെ ഡൽഹി യാത്ര ആരും വിളിപ്പിച്ചതല്ല, അവർ സ്വയമേ പോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നിർദ്ദേശം കിട്ടിപ്പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും ഒരു നേതൃമാറ്റത്തിലേക്ക് BJP പോകുന്നതിനെ കരുതുന്നു. കാലാനുസൃതമായിട്ട് ഓരോ 6 വർഷം കഴിയുമ്പോൾ BJP സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കും. സ്വാഭാവികമായിട്ട് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ സുരേന്ദ്രേട്ടൻ മാറാനുള്ള സാധ്യതയുണ്ട്. സുരേന്ദ്രൻ മാറിയിട്ട് പുതിയ ആൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ താഴെത്തട്ടിലുള്ള ജനാധിപത്യ രീതിയിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം മണ്ഡലം തെരഞ്ഞെടുപ്പ് ഈ 10-ാം തീയതി ഇന്നലെ നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ആ തരത്തിലുള്ള ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘടനാ സംവിധാനവും BJPക്ക് ഉടനെ ഉണ്ടാകും. അത് ആര് പ്രസിഡന്റ് ആകുന്നു, ആരാകുന്നില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഈ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും. തീർച്ചയായും അവസാനം വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പക്ഷേ സമവായം ആയേക്കാം. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. സംഘടനാപരമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. BJPയുടെ ഉള്ളറകൾ എനിക്ക് കൂടുതൽ അറിയില്ല. എന്നാലും പുറത്തുനിന്ന് നോക്കുമ്പോൾ BJPയുടെ സംഘടന നമ്മള് അഭിമുഖത്തിന് വേണ്ടി പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് എന്നുള്ളത്. അത് അടിത്തട്ടിൽ വളരെ ഉത്സാഹപൂർവ്വം സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പൊ എൻ്റെ വീടിന്റെ പരിസരത്തും അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ഒക്കെ ഉണ്ട്. ഇന്നലെ മണ്ഡലം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 4 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നല്ല മത്സരം നടക്കുന്നുണ്ട്. തികച്ചും ആരോഗ്യകരമായ മത്സരം. അത് പുറത്തടിയും ബഹളവും ഒന്നും ഉണ്ടായിക്കൊണ്ടല്ല, മറ്റ് സംഘടനകളെ പോലെയല്ല. തികച്ചും ജനാധിപത്യ രീതിയിലുള്ള മികച്ച അച്ചടക്കത്തോടു കൂടി സംഘടനയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ഉള്ള ഒരു തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയ BJPക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതിലൂടെ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ സുരേന്ദ്രേട്ടൻ തന്നെ തിരിച്ചു വന്നേക്കാം, അല്ലെങ്കിൽ വേറെ പുതിയ ആള് ആര് വരുന്നു എന്നതിനെ ആശ്രയിച്ചല്ല. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് 100-ാം വർഷം വരാൻ പോവുകയാണ്. ഈ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും നമുക്ക് 100 വർഷം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് 100 വർഷം ആചരിക്കുകയാണ്. ഭാരതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ ഗ്രാമങ്ങളിലും സംഘപരിവാർ എത്തിച്ചേരും. ഏതെങ്കിലും രീതിയിൽ സംഘപരിവാർ എത്തിച്ചേരുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടൊരു പൂർണ്ണമായ ലക്ഷ്യം BJPക്കും ഇതുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രത്യയശാസ്ത്രം നാടിന്റെ നന്മയാണ്. ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞിരുന്നു, എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല, എല്ലാം ചെയ്യുന്ന നാടിന് വേണ്ടിയായിരിക്കും. മനുഷ്യനെന്ന രീതിയിൽ ചിലപ്പോൾ ഒരു തെറ്റുകളൊക്കെ പറ്റിയേക്കാം, സ്വാഭാവികം. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്യില്ല. എൻ്റെ വിപ്ലവം അല്ലെങ്കിൽ എൻ്റെ പ്രത്യയശാസ്ത്രം അത് നാടിന്റെ നന്മയാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രൂപീകരണ സമയത്ത് മുന്നോട്ട് വെച്ച ആശയം രാഷ്ട്രത്തിന്റെ പരമവൈഭവമാണ്. ആ പരമവൈഭവം തന്നെയാണ് മറ്റൊരു വാക്കിലൂടെ നരേന്ദ്രമോദി പറഞ്ഞത്. ഇതാണ് BJP ഓൾ ഇന്ത്യ തലത്തിൽ നയിക്കുന്നത്. അതിന്ന് കേരളത്തിന് മാറിയിക്കാൻ പറ്റും. പത്രക്കാരൊക്കെ പറയുമ്പോൾ അതിലവിടെ ഈ ബഹളം നടക്കുന്ന ഗ്രൂപ്പുകൾ, അതൊന്നും വാസ്തവമല്ല. വാസ്തവത്തിൽ ശക്തമായ ജനാധിപത്യ സംവിധാനം അനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിന്റെ പൂർത്തീകരണം എന്ന രീതിയിൽ പുതിയ പ്രസിഡന്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കാണുന്നു. തീർച്ചയായും. എന്തായാലും വാർത്തകൾ പല രീതിയിൽ വരട്ടെ. എന്താണ് അവസാനം സംഭവിക്കുക എന്നത് നോക്കിക്കാണേണ്ടി വരും.